ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെയർ കെയർ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് തലേദിവസം കുതിർക്കാനിട്ട് വച്ചിരുന്ന ഉലുവയാണ്. 1 ടേബിൾ സ്പൂണോളം ഉലുവ കുതിർത്ത് വെച്ചതാണിത്. ഇതിലേക്ക് ഇനി 1 കൈപ്പിടി ചെമ്പരത്തി പൂടി ചേർത്ത് നന്നായി ഞരടി പിഴിഞ്ഞെടുക്കാം. മുടിയുടെ സോഫ്റ്റ്നെസ് നിലനിർത്തുന്നതിനും അതുപോലെ തലയിലെ താരൻ മാറി തലയോട്ടി ക്ലീൻ ആകുന്നതിനുമൊക്കെ ചെമ്പരത്തിപ്പൂവും ഉലുവയും വളരെ നല്ല 2 ഇൻഗ്രീഡിയൻസാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഞെട്ടും പൂമ്പൊടിയുമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ കൈകൊണ്ട് നന്നായി തിരുമിയെടുക്കുന്നത്. ചെമ്പരത്തിപ്പൂവും ഉലുവയും മിക്സിയിലടിച്ച് അതിൻ്റെ പേസ്റ്റ് തലയിൽ തേച്ചാലും ഇതേ ഫലം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പാക്കാണ് തലയിൽ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഒരു ലിക്വിഡ് രൂപത്തിലുള്ള ഹെയർ ടിപ്പാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസും ഇങ്ങനെ എടുക്കുന്നത്. എല്ലാ ദിവസവും തല കഴുകുന്നത് കൊണ്ട് മുടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് പലർക്കും സംശയമുണ്ടാകാറുണ്ട്. എന്നാൽ ഈ ചൂട് സമയത്ത് ദിവസവും തല കഴുകുന്നതാണ് മുടിക്കും തലയ്ക്കുമൊക്കെ നല്ലത്. ഉലുവയും ചെമ്പരത്തിപ്പൂവും നന്നായി തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഉലുവയുടെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും സത്ത്. ഇനി തലമുടി നന്നായി ചീകി ഉടക്കെല്ലാം കളഞ്ഞ് അല്പം എണ്ണ പുരട്ടിയ ശേഷം ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എണ്ണ പുരട്ടി 5 മിനിറ്റിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദേഹത്തൊന്നും വീഴാതിരിക്കാനായിട്ട് ഞാനൊരു ഷാൾ മൂടിയിരിക്കുകയാണ്. സാവധാനത്തിൽ തലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഉലുവയുടെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും പിഴിഞ്ഞെടുത്ത സത്ത് തലയൊട്ടിയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് തലമുടി കെട്ടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. തലമുടി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ നാച്ചുറൽ ടിപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത ടിപ്പുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.